നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്നലെ മുല്ലാൻപൂരിൽ ന്യൂ ചണ്ഡീഗറിൽ നടന്നപ്പോൾ ഇന്ത്യൻ ടീം 51 റൺസിനാണല്ലോ പരാജയപ്പെട്ടത്. ടീമിൻ്റെ പരാജയം ഇഴകേറി പരിശോധിക്കുകയാണ് ക്രിക്കറ്റ് വിദഗ്ധർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങളും ഒക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ഈ റിവ്യൂ. ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങൾക്ക് ശേഷവും നമ്മൾ നമ്മുടെ റിവ്യൂ പറയാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടോ അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇന്ത്യ ടോസ് ലഭിച്ചിട്ട് പരാജയപ്പെട്ടൊരു കളിയാണ്. കഴിഞ്ഞ കളി ടോസ് നഷ്ടമായി. വളരെ ഡിഫിക്കൽട്ടായൊരു കണ്ടീഷനിൽ അതിനോട് പോരാടി 101 റൺസിൻ്റെ തകർപ്പൻ ജയം സ്വന്തമാക്കിയിരുന്ന ടീമാണ് കഴിഞ്ഞ കളിയിൽ ഇന്നലെ ടോസ് അനുകൂലമായിട്ട് വീണു, കണ്ടീഷൻസ് അനുകൂലമായിരുന്നു, എന്നിട്ടും ഇങ്ങനെ അടിയറവ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ടീം മാനേജ്മെൻറ്റിൻ്റെ ചില തീരുമാനങ്ങളെ ആരാധകർ ചോദ്യം ചെയ്യുന്നു. എസ്പെഷ്യലി തുടർച്ചയായി ശുഭ്മൻ ഗില്ല് പരാജയപ്പെട്ടിട്ടും ഓപ്പണർ സ്ഥാനത്ത് അദ്ദേഹത്തെ നിർത്തുന്നു. സഞ്ജു സാംസണിനെ പോലെ പ്രൂവ് ചെയ്തൊരു ഓപ്പണറെ പുറത്തിരുത്തുന്നു. നായകൻ സൂര്യകുമാർ യാദവിൻ്റെ ഫോം ഒരു ബിഗ് ക്വസ്റ്റ്യനായിട്ട് അവശേഷിക്കുന്നു. അക്സർ പട്ടേലിനെ നമ്പർ 3 കയറ്റിവിട്ടത്, അതും 214 റൺസ് എന്ന ടാർഗറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഓപ്പണറെ നഷ്ടമായൊരു ഘട്ടത്തിൽ അക്സർ പട്ടേലിനെ നമ്പർ 3 കയറ്റിവിട്ടത് ഒട്ടും ശരിയായില്ല എന്ന് വിലയിരുത്തുന്ന നിരവധി എക്സ്പേർട്ടുകളുണ്ട്. ഡെയിൽ സ്റ്റെയിൻ പറഞ്ഞത് വോൾസിന് മുന്നിലേക്ക് തള്ളിവിടുന്ന പോലെ, ചെന്നായ കൂട്ടത്തിന് മുന്നിലേക്ക് തള്ളിവിടുന്ന പോലെയാണ് അക്സർ പട്ടേലിനെ തള്ളിവിട്ടത് എന്നാണ്. അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രധാന ബാറ്റർമാരിൽ ഒരാൾ തന്നെ വരണമായിരുന്നു, സൂര്യ തന്നെ വരണമായിരുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഊത്തപ്പയും ഇതേപോലെയുള്ള പ്രതികരണം പങ്കുവച്ചു. നിങ്ങളൊരു പിഞ്ച് ഹിറ്ററെ പറഞ്ഞു വിടുകയാണെങ്കിൽ അയാൾ പിഞ്ച് ഹിറ്റ് ചെയ്യണം. അതല്ലല്ലോ അവിടെ നടന്നത്. 21 മുതൽ 21 റൺസാണ് അക്സർ പട്ടേൽ അടിച്ചത്. അതും ആദ്യം ഗില്ലാണ് പുറത്താകുന്നത്. എന്നിട്ട് വീണ്ടും അക്സർ പട്ടേലിനെ വിടുമ്പോൾ അത് നിങ്ങളീ പറയുന്ന ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനൊക്കെ എവിടെ എന്ന ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. അക്സർ പട്ടേൽ ഒരിക്കലും നമ്പർ 3 വന്ന് ഈ ഒരു ഘട്ടത്തിൽ സ്കോറിംഗ് ഉയർത്താൻ പറ്റുന്നയാളല്ല എന്നുള്ളത് വ്യക്തമാണ്. ഓരോ താരങ്ങൾക്കും എന്താണ് അവരുടെ റോളെന്ന് പോലും മനസ്സിലാക്കാത്ത രൂപത്തിൽ ഈ ബാറ്റിംഗ് ഓർഡർ ഷഫ്ലിംഗ് വല്ലാത്ത രൂപത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞേ പറ്റൂ. സംഗതിയൊക്കെ ശരിയാണ്. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് പറഞ്ഞില്ലേ, ഓപ്പണിംഗ് പൊസിഷൻ മാത്രമേ ഫിക്സഡ് ആയിട്ടുള്ളൂ, ബാക്കി T20 എന്ത് ബാറ്റിംഗ് ഓർഡർ അതൊക്കെ ഓവർ റേറ്റഡ് ആണ് എന്ന്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. സൂര്യ നമ്പർ 4 വരുന്നു, തിലക് വർമ്മ നമ്പർ 5 വരുന്നു. ഔട്ട് ഓഫ് പൊസിഷനിൽ അവർ കളിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. എല്ലാ പരീക്ഷണങ്ങളും കൂടി ഇത്തരത്തിലുള്ള ദുരന്ത പര്യവസായിയായ പരാജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വലിയ ചോദ്യങ്ങൾ എന്തായാലും കോച്ചിന് നേരെ ഉയരുന്നൊരു സമയമാണിത്. അദ്ദേഹം എന്ത് ന്യായീകരണം പറയും, കാത്തിരുന്ന് കാണണം. ഏതായാലും ഈ കളിയുടെ ഒരു രത്നച്ചുരുക്കമെന്ന് പറഞ്ഞാൽ ടോസ് നഷ്ടപ്പെട്ടിട്ടും ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 213 റൺസ് അടിച്ചു. അതിനെ അവർ കൈയടിക്കേണ്ടത് കിൻഡൻ ഡി കോക്കിൻ്റെ 90 റൺസ് മനോഹരമായ ഇന്നിങ്സും അതുപോലെ ഡൊണോവൻ ഫെറീറയുടെ കിടിലൻ ഫിനിഷിങ്ങുമാണ്. ഇന്ത്യക്ക് വേണ്ടി വരുൺ ചക്രവർത്തി 29 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ഇന്ത്യയാവട്ടെ 162 റൺസിന് ഓൾ ഔട്ടായി. തിലകിൻ്റെ 62 ഒഴിച്ചാൽ നമുക്ക് എടുത്തു പറയാവുന്നൊരു ഇന്നിങ്സ് വേറെയില്ല. ഒരു ഘട്ടത്തിലും ടീം ഇന്ത്യ എതിരാളികളെ തോൽപ്പിക്കുമെന്നൊരു തോന്നലും ഈ കളിയിൽ ഉണ്ടാക്കിയിട്ടില്ല. ഓട്ട്നെയിൽ ബാറ്റ്മാൻ ഒരു ഓവറിൽ 3 വിക്കറ്റ് അടക്കം 24 റൺസിന് 4 വിക്കറ്റ് എടുത്തതും, യെൻസൺ 25 റൺസിന് 2 വിക്കറ്റ് എടുത്തതും, എങ്കീഡി 26 റൺസിന് 2 വിക്കറ്റ് എടുത്തതും അവരുടെ ബൗളിങ്ങിൻ്റെ ഷാർപ്നെസ് എടുത്തു പറയുന്നു. കാരണം ടോസിൻ്റെ സമയത്ത് തന്നെ നല്ല ഡ്യൂ ഉണ്ട്.
വാമപ്പിന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ഡ്യൂ ഉണ്ട് എന്ന് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പറഞ്ഞൊരു പിച്ചിലാണ് അവരിങ്ങനെ ബോൾ ചെയ്തിരിക്കുന്നത്. 51 റൺസിൻ്റെ വിജയം അവർ സ്വന്തമാക്കുന്നു. ഇന്ത്യയെ 162 റൺസിന് ഓൾ ഔട്ടാക്കുമ്പോൾ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞല്ലോ, ഔട്ട്ഫീൽഡ് ഓൾറെഡി നല്ല രൂപത്തിൽ ഡ്യൂ ആയിട്ടുണ്ട് എന്ന് പ്രീ മാച്ച് വാമപ്പിൻ്റെ സമയത്ത് തന്നെ. എന്നാൽ ക്വിൻ്റൺ ഡി കോക്ക് ഇന്ത്യക്ക് വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ബാറ്റിംഗ് പുറത്തെടുത്തതോടുകൂടി ഡ്യൂവിൻ്റെ സഹായം രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടും അത് മുതലെടുക്കാൻ നമുക്ക് കഴിയാതെ പോയി. 46 പന്തുകളിൽ നിന്നാണ് 90 റൺസ് അദ്ദേഹം അടിക്കുന്നത്. 7 സിക്സറുകൾ ക്വിൻ്റൺ ഡി കോക്കിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു. ഡൊണാവൻ ഫെരീര മനോഹരമായിട്ട് ബ്രില്യൻ്റ്ലി ഫിനിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ 16 പന്തുകളിൽ നിന്നാണ് 30 റൺസ്. അത് സൗത്ത് ആഫ്രിക്കയെ 213 റൺസിലേക്ക് കൊണ്ടുപോയി. ദെൻ നോക്കുക, ഈ ഡ്യൂവിൻ്റെ പ്രശ്നം ഇന്ത്യൻ ബൗളേഴ്സിനെയും ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ബൗളേഴ്സ് കണ്ടീഷനുകൾക്ക് മുന്നിൽ സ്ട്രഗിൾ ചെയ്തു. 15 വൈഡുകൾ എറിഞ്ഞു. 17ാമത്തെ ഓവറിൽ 7 വൈഡാണ് ഹർഷ്ദീപ് സിംഗ് എറിഞ്ഞത്. നോക്കണം. കൂടാതെ ഇനിയിപ്പോൾ ഈ വൈഡുകൾ മാത്രം നോക്കണ്ട, ഇന്ത്യൻ ബൗളേഴ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടതിൻ്റെ മറ്റൊരു ഉദാഹരണം 13 ഫുൾ ടോസസ് ഇന്ത്യൻ ബൗളേഴ്സ് എറിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ കണ്ടീഷൻസ് നമ്മളെ ബാധിച്ചിട്ടുണ്ട്. എതിരാളികളോ നല്ല രൂപത്തിൽ അത് ഹാൻഡിൽ ചെയ്തു. പക്ഷേ സൗത്ത് ആഫ്രിക്ക ആ ഒരു ഡ്യൂ ഇഷ്യൂ ഇല്ലാതെയാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു, ന്യൂ ബോൾ ബൗളേഴ്സ് എന്താണ് ഏറ്റവും പോസിബിൾ ഏർലി മൂവ്മെൻറ്റ്സ് ബോളിൽ ഉണ്ടായത് അവർ മുതലെടുത്തു. അവർ 3 വിക്കറ്റുകൾ ആദ്യത്തെ 4 ഓവറിൽ തന്നെ വീഴ്ത്തിയെടുത്ത് ഇന്ത്യൻ ടീം ചേസിങ്ങിൽ ബാക്ക് ഫുട്ടിലായി പോയി. അതിൽ ഇന്ത്യയുടെ 2 ഓപ്പണർമാർ പുറത്തായത് ടെസ്റ്റ് മാച്ച് സ്റ്റൈൽ ഡിസ്മിസിലായിരുന്നില്ല. മനോഹരമായി പന്തെറിഞ്ഞുകൊണ്ട് അങ്ങനെ വന്ന ക്യാച്ചുകളിലൂടെയാണ് ഗില്ല് പോകുന്നതും അഭിഷേക് ശർമ്മ പോകുന്നതും. സോ ടെസ്റ്റ് മാച്ച് സ്റ്റൈലിൽ വിക്കറ്റുകൾ എടുക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് 32-3 എന്ന നിലയിൽ നിന്ന് പിന്നെ വിജയത്തിലേക്ക് പോവുക എന്നുള്ളത് വളരെ കഠിനമായൊരു കാര്യമായിരുന്നു. തിലക് വർമ്മയുടെ 34 പന്തുകളിൽ 62 വന്നു എന്നതൊഴികെ മറ്റാർക്കും ഒരു മികച്ച പ്രകടനം നടത്താനും പറ്റിയില്ല. 20ാമത്തെ ഓവറിൽ ഇന്ത്യ ഓൾ ഔട്ട് ആവുകയും ചെയ്തു. ദെൻ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ അവർ ക്വിൻ്റൺ ഡി കോക്കും റീസ ഹെൻഡ്രിക്സും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 38 റൺസ് സംഭാവന ചെയ്തിട്ട് 5ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലാണ് ഹെൻഡ്രിക്സ് പെടുന്നത്. പക്ഷേ ഹെൻഡ്രിക്സ് അത്ര വലിയൊരു സംഭാവനയൊന്നും കൊടുത്തിട്ടില്ല. 10 പന്തിൽ നിന്ന് 8 റൺസ്. എന്നാൽ മറുഭാഗത്ത് ക്വിൻ്റൺ ഡി കോക്ക് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ബാറ്റിങ്ങിലെ 2 മെമ്പേഴ്സ്, ടോപ്പ് 3യിലെ 2 മെമ്പേഴ്സ് റീസ ഹെൻഡ്രിക്സും എയ്ഡൻ മർക്രമും, അവർ 2 പേരും കമ്പൈൻഡ് ആയിട്ടെടുത്ത 36 പന്തിൽ നിന്നാകെ 37 റൺസ് അടിച്ചെന്ന് പറഞ്ഞാൽ ഹെൻഡ്രിക്സ് 10 പന്തിൽ 8ഉം മർക്രം 26 പന്തിൽ 29ഉം. ഇവരൊഴികെ ബാക്കി സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാർ നല്ല രൂപത്തിൽ സ്കോർ ചെയ്തു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിച്ച് ശരിക്കും പറഞ്ഞാൽ ബാറ്റിലേക്ക് ബോൾ വരുന്നുണ്ടായിരുന്നു. ഒക്കേഷണലി സ്റ്റോപ്പ് ചെയ്ത് ബാറ്റർമാർക്ക് ഷോട്ടുകൾ മിസ് ടൈം ആവുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ 2 ബാറ്റർമാർ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഡിഫറെൻറ്റ് മൂഡിൽ നന്നായിട്ട് അടിക്കാനുള്ളൊരു മൂഡിൽ തന്നെയാണ് പോയത്. സോ അങ്ങനെ അവരുടെ സ്കോർ നല്ല രൂപത്തിൽ കുതിച്ചു പാഞ്ഞു. ഇന്ത്യൻ ബൗളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രഷറുണ്ടായിരുന്നു. നല്ല പ്രഷർ, ട്രമൻഡസ് പ്രഷറായിട്ട് മാറി, പ്രത്യേകിച്ച് QDKയുടെ ബാറ്റിങ്. ഇപ്പോൾ ഡി കോക്കിന് എതിരെ പന്തെറിയുമ്പോൾ സ്റ്റംപ് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സിക്സർ ആവുന്ന ഒരവസ്ഥയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഹിറ്റിംഗ് ആർക്കിലേക്ക് ബോൾ പോവാതിരിക്കണം, അതല്ലെങ്കിൽ മറ്റു തരത്തിൽ അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തണം. അപ്പോൾ ഈ ഒരു പ്രഷർ ഇന്ത്യൻ ബൗളേഴ്സ് യോർക്കേഴ്സ് അറ്റംപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വൈഡ് യോർക്കേഴ്സ് എറിയാനൊക്കെയുള്ള ഒരു ശ്രമത്തിലേക്ക് മാറേണ്ടി വന്നു, തന്ത്രം മാറ്റേണ്ടി വന്നു. പ്രഷർ അതോടൊപ്പം ചേർന്നതോടുകൂടി റിസൾട്ട് എന്താണെന്നറിയോ, വൈഡുകളും ഫുൾ ടോസുകളും ധാരാളമായി വരാൻ തുടങ്ങി. അർഷ്ദീപാണ് ഒരു പക്ഷേ ഇതിൽ ഏറ്റവും അധികം വലഞ്ഞിട്ടുള്ളതെന്ന് പറയേണ്ടി വരും, സഫർ ചെയ്തിട്ടുള്ളതെന്ന് പറയേണ്ടി വരും. നമ്മൾ പറഞ്ഞല്ലോ 7 വൈഡുകളാണ് 11ാമത്തെ ഓവറിൽ അയാൾ എറിഞ്ഞത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 9 വൈഡാണ് അയാൾ എറിഞ്ഞത്. 11ാമത്തെ ഓവറിൽ 7 വൈഡുകൾ അർഷ്ദീപിൻ്റെ വക മാത്രമുണ്ടായിരുന്നു. അത് ഈ ഒരു കാരണം കൊണ്ടാണ് ക്വിൻ്റൺ ഡി കോക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ത്രെട്ടൻ, ആ ഒരു ത്രെട്ട് മറികടക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള എററുകളാണ്. അതേസമയം QDK
പുറത്താക്കുന്നു. ജിതേഷ് ശർമ്മയുടെ ഒരു വളരെ ഷാർപ്പായിട്ടുള്ളൊരു ആക്റ്റിലാണ് QDK പുറത്താവുന്നത്. സെഞ്ചുറി അദ്ദേഹം ഡിസേർവ് ചെയ്തെന്നുള്ളത് ശരിയാണ്. പക്ഷേ ബാറ്റിന് കൊണ്ട ബോൾ കീപ്പറുടെ കയ്യിലേക്ക് പോകുമ്പോൾ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി അദ്ദേഹം ക്രീസ് വിടുകയാണ്. എന്നാൽ വല്ലാതെ അലേർട്ടായിരുന്ന ജിതേഷ് ശർമ്മ അദ്ദേഹത്തെ റണ്ണൗട്ടാക്കി പറഞ്ഞു വിട്ടു. 46 പന്തിൽ നിന്ന് 5 4ഉം 7 6ഉം അടക്കം 90 റൺസാണ് ക്വിൻ്റൻ ഡി കോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ അപ്പോൾ ബ്രേവീസ് 14 മടങ്ങി. ഒക്കെ ഒരു ഘട്ടത്തിൽ അവർ 200 കടക്കുമോ എന്ന സംശയം ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഡൊണാവൻ ഫെറീറയും ഡേവിഡ് മില്ലറും ചേർന്നുകൊണ്ട് മനോഹരമായിട്ട് കാര്യങ്ങൾ ഫിനിഷ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നോക്കുക, 23 പന്തുകളിൽ നിന്ന് 53 റൺസിൻ്റെ ഒരു കൂട്ടുകെട്ടാണ് 5th വിക്കറ്റിൽ അവരുണ്ടാക്കുന്നത്. ആ കൂട്ടുകെട്ടാണ് അവരെ 213 കൊണ്ടുപോകും. അതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, പാർട്ട്ണർഷിപ്പിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ജസ്പ്രീത് ബുംറയുടെ ലാസ്റ്റ് ഓവറാണ്, ഫൈനൽ ഓവറാണ്. 18 റൺസാണ് അതിൽ അവരടിച്ചത്. ഫെറീറ ജസ്പ്രീത് ബുംറയെ 2 സിക്സറുകൾക്ക് അടിച്ചു വിട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ നല്ല രൂപത്തിൽ ആധിപത്യം പുലർത്തി. ബുംറ 4 സിക്സറുകൾ ഈ ഒരു കളിയിൽ കൺസീഡ് ചെയ്തെന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ T20Iയിലെ ഏറ്റവും അധികം സിക്സറുകൾ കൺസീഡ് ചെയ്ത ഒരു സംഭവം കൂടിയായിട്ട് മാറി. അപ്പോൾ ഇന്ത്യൻ ബൗളേഴ്സിൽ ഹർഷ്ദീപിൻ്റെ ഈ വൈഡ് റിയൽ റെക്കോർഡ് 4 ഓവറിൽ 54 വിട്ടുകൊടുത്തു. ബുംറ 4 ഓവറിൽ 45 വിട്ടുകൊടുത്തു. സോ പേസർമാർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം. എന്നാൽ അവിടെ വരുൺ ചക്രവർത്തി നല്ല രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. 4 ഓവറിൽ 29 റൺസ് 2 വിക്കറ്റ്. അക്സർ 3 ഓവറിൽ 27 റൺസിന് 1 വിക്കറ്റും വീഴ്ത്തുകയുണ്ടായി. അപ്പോൾ 213, ഇന്ത്യ ഇതിനു മുമ്പ് 210 മുകളിലുള്ള റൺസ് ചേസ് ചെയ്തപ്പോൾ 7 കളികൾ 7ഉം തോൽക്കുകയായിരുന്നു. നല്ല രൂപത്തിൽ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു ചേസാണ്. ആ ചേസിലാണ് ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ തന്നെ സൗത്ത് ആഫ്രിക്കൻ ബൗളർമാർ കാര്യങ്ങൾ മുതലെടുക്കുന്നത്. ലുങ്കി എങ്കീഡി ശുഭൻ ഗില്ലിനെ പറഞ്ഞു വിടുന്നു ഗോൾഡൻ ഡക്കായിട്ട്. ഇന്ത്യക്ക് ആദ്യ പ്രഹരം അതായിരുന്നു. അവർ ആ ന്യൂ ബോൾ വളരെ മികച്ച രൂപത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. എൻസൺ തൊട്ട് പിന്നാലെ തന്നെ ഏതാണ്ടൊരു മിറർ ഇമേജ് എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ സെയിം ടൈപ്പിൽ അഭിഷേക് ശർമ്മയെ പറഞ്ഞു വിട്ടു. സോ അഭിഷേക് അതിനിടക്ക് ആകെ 8 ബോൾ ഫേസ് ചെയ്തപ്പോഴേക്കും 2 സിക്സറൊക്കെ അടിച്ചിരുന്നു. 17 റൺസിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തെ പറഞ്ഞു വിടുക എന്നുള്ളത് അവർക്ക് വളരെ ക്രൂഷ്യലായിരുന്നു. അതവർ ചെയ്തു. 2 ടെസ്റ്റ് മാച്ച് സ്റ്റൈല് ഡിപ്പാർച്ചേഴ്സ് സംഭവിച്ചതോടുകൂടി ഇന്ത്യ ബാക്ക് ഫുട്ടിലേക്ക് പോയി. പിന്നെ അക്സർ പട്ടേൽ നമ്പർ 3 കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. നായകൻ സൂര്യ എത്തുന്നു. സൂര്യ മാർക്കോ എൻസൻ്റെ പന്തിൽ QDK പിടിച്ച് പുറത്താവുന്നു. 4 പന്തിൽ നിന്ന് 5 റൺസാണ്, ഒരു 4ആണ് അദ്ദേഹം അടിച്ചത്. സോ അവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ച് കയറുക എന്നുള്ളത് ഒട്ടും എളുപ്പമായിരുന്നില്ല. 32-3 എന്ന നിലയിൽ ഇന്ത്യൻ ടീം 4ാമത്തെ ഓവറിൽ വീണിരുന്നു. അവിടെ നിന്ന് പിടിച്ച് കയറുക ഒട്ടും എളുപ്പമായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. തിലക് വർമ്മ ഒരു ശ്രമമൊക്കെ നടത്തി. സോ മാച്ച് ഒരു ഘട്ടത്തിലും നമുക്ക് അനുകൂലമാവുമെന്ന തോന്നലുണ്ടാക്കിയിട്ടേയില്ല. ഇന്ത്യൻ ബാറ്റർമാർ നോക്കുക, തിലക് ഒരു ഭാഗത്ത് വളരെ അനായാസം അടിച്ചു പോകുമ്പോഴും മറ്റ് ബാറ്റർമാർ സ്ട്രഗിൾ ചെയ്തു. എസ്പെഷ്യലി ഹാർദിക് പാണ്ഡ്യയും അതുപോലെ അക്സർ പട്ടേലും രണ്ടുപേരും കൂടി കമ്പൈൻഡായിട്ട് 44 പന്തിൽ 41 റൺസാണ് അടിച്ചത്. പിന്നെന്ത് വിജയത്തിലേക്ക് പോക്കാണ്. അതിൽ ഇപ്പം ഹാർദിക് പാണ്ഡ്യ 23 പന്തിൽ നിന്ന് 20 റൺസ്, അക്സർ ആവട്ടെ 21 പന്തിൽ നിന്ന് 21 റൺസ്. അപ്പോൾ അതിൽ ആ ഒരു ഫ്ലുവൻസി അവർക്ക് കിട്ടാതെ വന്നതോടുകൂടി സ്കോറിംഗ് റേറ്റ്, ആസ്കിംഗ് റേറ്റ് വലിയ രൂപത്തിലേക്ക് വർദ്ധിക്കുകയും ചെയ്തു. പക്ഷേ അതൊരു ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയാൻ തിലക് വർമ്മയുടെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സാണ്. വളരെ റിതമാറ്റിക് ആയിട്ട് തന്നെയാണ് അദ്ദേഹം ബാറ്റ് ചെയ്ത് പോയത്. മനോഹരമായ റിവേഴ്സ് സ്വീപ്പിലൂടെയുള്ള സിക്സറുകളൊക്കെ നമ്മൾ കണ്ടല്ലോ. സോ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ജിതേഷ് ശർമ്മ ഒരു ശ്രമം നടത്തി. അദ്ദേഹം 17 പന്തിൽ 2 4 2 6 അടക്കം 27 റൺസ് അടിച്ചു. എന്നാൽ പോലും നമുക്ക് ഒരു തരത്തിലും വിജയസാധ്യത ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒടുവിൽ നമ്മൾ ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. 162 റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു. അപ്പോൾ ഈ ഷഫ്ലിങ്ങും ഫേവറിറ്റിസവും ഒക്കെ ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തെ തടഞ്ഞൊരു കളിയാണിതെന്ന് പറയാതെ വയ്യ. ശുഭൻ ഗില്ലി തുടരെ വീഴുമ്പോഴും പരാജയപ്പെടുമ്പോഴും എന്തുകൊണ്ട് സഞ്ജു സാംസൺ പ്ലേയിങ് ലെവൽ വരുന്നില്ല എന്നുള്ളതിന് ഇനി എന്തുത്തരവാണ് പറയാനുണ്ടാവുക? അതുപോലെ തന്നെ സൂര്യയുടെ ഫോം തിരികെ പിടിച്ച് പറ്റൂ. പിന്നെ ഗംഭീറിൻ്റെ
ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിനനുസരിച്ചാണ് സ്ക്വാഡ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏതുള്ളത്. തീർച്ചയായിട്ടും ഒട്ടും ശുഭകരമല്ല. കാര്യങ്ങളിൽ മാറ്റമുണ്ടായേ പറ്റൂ. നമ്മൾ എത്രയും പെട്ടെന്ന് ഈ രണ്ട് ടീമിൻ്റെയും സ്കോർ കാർഡൊന്ന് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാക്കിയൊരു മത്സരം. ടോസ് ലഭിച്ച നമ്മൾ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി QDK മറീസ് ഹെൻഡ്രിക്സും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് QDK 46 പന്തിൽ നിന്ന് 5 4 7 6 അടക്കം 90 റൺസ് അടിച്ചപ്പോൾ ഹെൻഡ്രിക്സ് 8 റൺസുമായിട്ട് മടങ്ങിയിരുന്നു. എയ്ഡൻ മർക്കളം 26 പന്തിൽ നിന്ന് 29 റൺസ്. ഡേവിഡ് ബ്രേവിസ് 10 പന്തുകളിൽ നിന്ന് 14 റൺസ്. ഡൊണാവൻ ഫരീദ 16 പന്തുകളിൽ നിന്ന് 30 റൺസുമായിട്ട് പുറത്താകുന്നു. ഡേവിഡ് മില്ലർ 12 പന്തിൽ നിന്ന് 20 റൺസുമായിട്ട് പുറത്താകുന്നു. ചുരുക്കത്തിൽ 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 4 വിക്കറ്റിന് 213 എന്നായിരുന്നു അവരുടെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. നമുക്ക് വേണ്ടി മികച്ച ബൗളിംഗ് പ്രകടനം വരുൺ ചക്രവർത്തിയാണ് നടത്തി. 4 ഓവറിൽ 29 റൺസിന് 2 വിക്കറ്റ് അദ്ദേഹം എടുത്തു. അക്സർ പട്ടേൽ 3 ഓവറിൽ 27 റൺസിന് 1 വിക്കറ്റ് എടുത്തു. മോശമല്ലാത്ത ബൗളിംഗ് പ്രകടനം നടത്തി. ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാലോ, അഭിഷേക് 17 റൺസ്, 8 പന്തുകൾ 2 സിക്സർ. ഗില്ലിടക്ക് അക്സർ പട്ടേൽ 21 പന്തിൽ നിന്ന് 21, സൂര്യ 5, തിലക് വർമ്മ മാത്രമാണ് തല ഉയർത്തി പിടിക്കാവുന്ന ഒരു പ്രകടനം നടത്തിയത്. 27 പന്തിൽ നിന്ന് അദ്ദേഹത്തിന് സെഞ്ചുറി വന്നിരുന്നു, അർദ്ധ സെഞ്ചുറി വന്നിരുന്നു. 34 പന്തിൽ നിന്ന് 2 4 5 6 അടക്കം 62 റൺസ് എടുത്താണ് അദ്ദേഹം മടങ്ങിയത്. ഹാർദിക് 23 പന്തിൽ നിന്ന് 20, ജിതേഷ് 17 പന്തിൽ നിന്ന് 27, ഡ്യൂബെ 1, അർഷ്ദീപ് സിംഗ് 4, വരുൺ ചക്രവർത്തി ഡക്ക്. ഇതാണ് ഇന്ത്യയുടെ സ്കോർ കാർഡിലുള്ളത്. എടുത്തു പറയുന്നത് ഒട്ട്ലി ബാറ്റ്മാൻ്റെ ബൗളിംഗ് പ്രകടനമാണ്. 4 ഓവർ 24 റൺസ് അദ്ദേഹം 4 വിക്കറ്റ് എടുത്തപ്പോൾ ലുങ്കി എങ്കിഡി 3.1 ഓവറിൽ 26 റൺസ് 2 വിക്കറ്റ് എടുത്തു. മാർക്കോ യെൻസൻ എന്തൊരു പ്രകടനമാണ് ടെസ്റ്റിലും ODIയിലും T20യിലും ഒക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 ഓവർ 25 റൺസ് അദ്ദേഹം 2 വിക്കറ്റ് എടുത്തു. സിപാംല 4 ഓവർ 46 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തി. ഏതായാലും ഇന്ത്യക്ക് ഇതൊരു കനത്ത തിരിച്ചടിയാണ്. അനാവശ്യ റൊട്ടേഷൻസും അനാവശ്യ ഷഫ്ലിങ്ങുകളും ടീമിന് ഗുണം ചെയ്യില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരു ഉണർത്തുപാട്ടായിട്ട് ഈ ഒരു മത്സരം മാറട്ടെ എന്നേ പറയാനുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.